യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഷബിന വേലായുധൻ. ഇത് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. കുറേ നാളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. അതായത് വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ ഫങ്ഷൻസ്, പോകുന്ന യാത്രകൾ, അല്ലെങ്കിൽ വീട്ടിൽ അമ്മ കുക്ക് ചെയ്യുന്ന ചില ഡിഷസ്, അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്ന ഡിഷസ്. അപ്പോൾ ഇതൊക്കെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത ഈ വീഡിയോ മറ്റുള്ളവരെ ഞാൻ കാണിച്ചപ്പോൾ, എൻ്റെ ഫാമിലിനെയും എൻ്റെ ഫ്രണ്ട്സിനെയും കാണിച്ചപ്പോൾ അവർക്കെല്ലാം ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്കില്ല് എനിക്കുണ്ട് എന്നുള്ളത്, അതായത് ഒരു വ്ളോഗ് തുടങ്ങാനുള്ള ഒരു സ്കില്ല് എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. ആ റിയലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ ഈ ചാനലിലൂടെ, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ, ഞാൻ നടത്തുന്ന വ്ളോഗുകളിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ എന്ത് ഇടും, ഫസ്റ്റ് വ്ളോഗായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ വ്ളോഗായിട്ട് എന്ത് വീഡിയോ ഇടും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഞാൻ ചിന്തിച്ച് നോക്കി, എന്തിടും, അല്ലെങ്കിൽ യൂഷ്വൽ നമ്മൾ കാണുന്ന വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ ഫസ്റ്റ് വ്ളോഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് എനിക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു, എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് ഞാൻ എന്താണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അപ്പോൾ പിന്നെ എൻ്റെ വീട് എങ്ങനെയാണ്, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ, അതായത് ഈ വ്ളോഗിലൂടെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത്, ഫസ്റ്റ് വ്ളോഗായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇനി വരുന്ന വ്ളോഗുകൾ, എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന പല വ്ളോഗുകളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ളതായിരിക്കും. പിന്നെ ഞാനും കുക്ക് ചെയ്യുന്ന എൻ്റെ കുക്കിംഗ് വീഡിയോകളുണ്ടാവും. ഞാൻ കുക്ക് ചെയ്യുന്ന, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കുക്ക് ചെയ്യുന്ന വീഡിയോകൾ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോകുന്ന യാത്രകൾ, പിന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, ഞാൻ കാണുന്ന സിനിമകൾ, എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ, എനിക്കിഷ്ടപ്പെട്ട പാട്ട്, ഇതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ, പിന്നെ എൻ്റെ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ യൂട്യൂബ് ചാനലിനും വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സും വ്യൂസുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്കതൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് എനിക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ളൊരു പ്രോത്സാഹനം എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും മറക്കാതെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അത് റെക്കമെൻഡ് ചെയ്യുകയും കൂടി ചെയ്യണം. എന്നിട്ട് അവരും കൂടി എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം. പിന്നെ ഞാനിടുന്ന വീഡിയോസിൽ ഒരുപാട് വ്യൂസ് എനിക്ക് കിട്ടണം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോകൾ കാണണം, എൻ്റെ വ്ളോഗ് കാണുക മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇനിയും എനിക്ക് എങ്ങനെ എൻ്റെ വ്ളോഗ് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ സജഷൻസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എൻ്റെ വ്ളോഗ് കാണണം, എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വ്ളോഗ് കാണണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയെ കാണിച്ചു തരുന്നുണ്ട്, പിന്നെ എൻ്റെ വീടും ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഗൈസ്, മറക്കാതെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ പോയി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു. എൻ്റെ വീട്, അപ്പോൾ ആദ്യത്തെ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എൻ്റെ വീട് കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് വീടിൻ്റെ ഗേറ്റാണ്. ഗേറ്റ് തുറന്ന് നമുക്ക് മുറ്റത്തേക്ക് നടക്കാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിയത്. അതായത് 2004 ഈ താമസം മാറിയത്. ഇത് പണ്ട് ഒരു ഫ്ലോറ് മാത്രമുള്ള ഒരു ടെറസിട്ട വീടായിരുന്നു. പിന്നെ ഞങ്ങളത് റെനോവേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനത്തെ രൂപത്തിലാക്കിയത്. അപ്പോൾ മുന്നിൽ നിങ്ങൾ ഈ കാണുന്ന സിറ്റ് ഔട്ടൊക്കെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ്. ഒരുപാട് ഓർമ്മകളും ഒരുപാട് ജീവിതത്തിലെ നല്ല നല്ല മുഹൂർത്തങ്ങളും സുന്ദരമായ ഒരുപാട് സ്വപ്നങ്ങളും ഞാൻ കണ്ട ഒരു സ്ഥലമാണിത്. അപ്പം ആദ്യമായിട്ട് എടുക്കുന്ന വ്ളോഗിൻ്റെ ഭാഗമായി വീട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു ഏകദേശ ഐഡിയ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു ഹോം ടൂർ ഒന്നുമല്ല, ഹോം ടൂർ നടത്താൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുമില്ല. ഹോം ടൂർ നടത്താൻ മാത്രം വലിയൊരു വീടൊന്നുമല്ല. എങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിലെ മിക്കവാറും സമയവും ചെലവഴിച്ചൊരു സ്ഥലമാണിത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും, ഇപ്പം അനിയൻ്റെ ഭാര്യയുടെയും അവൻ്റെ ഒരു കുഞ്ഞിൻ്റെയും കൂടെ ഞങ്ങൾ ചിലവഴിച്ച എല്ലാ സമയങ്ങളും ഇവിടെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ കൊച്ചു സ്വർഗം. ഈ മുറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാളിങ്ങനെ പമ്മിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ ജനിച്ച് വളർന്ന പൂച്ചക്കുട്ടിയാണ്. എല്ലാ സമയവും ഈ മുറ്റത്ത് ഇങ്ങനെ കിടക്കുക എന്നാണ് ഈ പൂച്ചക്കുട്ടിയുടെ പ്രധാന ഹോബി. അമ്മ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. എപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾ ഈ പൂച്ചക്കുട്ടിക്കും വേണ്ടി നൽകാറുണ്ട്.
ഞാൻ ഇത്രയും അടുത്ത് വന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ ഈ പൂച്ചക്കുട്ടി കിടക്കുന്നത് നിങ്ങൾ കണ്ടോ? അത്രയ്ക്ക് പരിചിതയാണ് ഇവൾ ഞങ്ങൾക്ക്, അത്രയ്ക്ക് ഫെമിലിയറാണ്. അതാണ് യാതൊരു ഭാവഭേദങ്ങളും പൂച്ചക്കുട്ടിയുടെ മുഖത്തില്ലാത്ത. പ്രത്യേകിച്ച് പേരൊന്നും ഞങ്ങൾ ഈ പൂച്ചക്കുട്ടിയെ വിളിക്കാറില്ല. ഇതുപോലെ തന്നെ വേറൊരു പൂച്ചക്കുട്ടിയും കൂടി ഉണ്ട്. ഇതേ നിറത്തിലും ഇതേ രൂപത്തിലും ഇതേ ഭാവത്തിലുമുള്ള 2 പൂച്ചക്കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതാണ് എൻ്റെ കൊച്ചു സ്വർഗ്ഗം. മുറ്റമൊക്കെ ഞാനൊന്ന് വിശദീകരിച്ച് കാണിച്ചു തരാം. ഒരു കോമ്പൗണ്ട് വാളുണ്ട്. ആ കോമ്പൗണ്ട് വാളിൽ നിറയെ അച്ഛനും അമ്മയും വെച്ച് വളർത്തിയ ചെടികളാണ്. ഇതിനു മുമ്പ് ഇവിടെ ധാരാളം ചെടികളുണ്ടായിരുന്നു. പിന്നെ ഈ മുറ്റം ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. അപ്പം മുറ്റം എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഗേറ്റ്. അപ്പോൾ ഇത്രയും ഞാൻ കാണിച്ച് തരാം. സിറ്റ് ഔട്ടിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടോ? നമുക്കിനി ഇതാരാണെന്ന് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ പപ്പ, മിസ്റ്റർ വേലായുധൻ. പപ്പ എവിടെ പോവാ? ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും. അപ്പം ഇനി മുതൽ ഞങ്ങളുടെ വിശേഷങ്ങൾ, പപ്പയുടെയും അമ്മയുടെയും എല്ലാം വിശേഷങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. അമ്മ ഉള്ളിലാണുള്ളത്. അമ്മയെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഗൈസ്, അപ്പം എൻ്റെ അച്ഛനെ നിങ്ങൾ പരിചയപ്പെട്ടു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അമ്മയാണ്. ഇതാണ് എൻ്റെ അമ്മ ഷാരി. അമ്മേ സുഖാണോ? അത് അമ്മയുടെ വക എല്ലാവർക്കും ഹായ് ഉണ്ട്. അമ്മയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. എല്ലാവരുടെ വീട്ടിലും അമ്മമാരേക്കും ഐശ്വര്യം. അതുപോലെ തന്നെ ഞങ്ങളെ ഈ വീടിൻ്റെ ഐശ്വര്യം അമ്മയാണ്. അമ്മ നല്ല കുക്കാണ്. ഒരുപാട് നല്ല നല്ല ഡിഷസ് ഉണ്ടാക്കാൻ അമ്മയ്ക്ക് അറിയാം. അപ്പം ഈ യൂട്യൂബ് ചാനലിലൂടെ വരും വീഡിയോകളിൽ അമ്മ ഉണ്ടാക്കുന്ന ഒരുപാട് ഡിഷസ് നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇതാണ് എൻ്റെ അമ്മ. ഇനി എൻ്റെ വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സിനെ ഞാൻ കാണിച്ചു തരാം. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് എൻ്റെ അനിയനും അവൻ്റെ കുഞ്ഞും ഭാര്യയുമാണ്. അവരിപ്പോൾ ഇവിടെ ഇല്ല, അവർ കോയമ്പത്തൂരാണ് ജോലി ചെയ്യുന്നത്. ഇതെൻ്റെ അനിയനും മകനുമാണ്. അനിയനും അവൻ്റെ മകനുമാണ്. അപ്പോൾ ഇത്രയും ആളുകളാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. ഈ കാണുന്നത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു വീഡിയോ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് മുമ്പ് എടുത്തൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൽ കാണുന്നത് എൻ്റെ പപ്പയുടെ അടുത്ത് ഞാൻ, എൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്ന എൻ്റെ അനിയനാണ്, അനിയൻ്റെ മകൻ, അവൻ്റെ ഭാര്യ, അമ്മ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ കുടുംബം.